കാണുന്നതാണ് നമ്മുടെ ഗോശാലയിലുള്ള 18 ഉമ്പളാശ്ശേരി പശുക്കൾ പറഞ്ഞ സ്ഥലം. ഉമ്പളാഞ്ചേരി പശുക്കളാണ് അല്ലേ? ഇതെല്ലാം ഉമ്പളാശ്ശേരി പശുക്കളാണ് ബ്രീഡിൽ. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് മണിയേട്ടൻ്റെ. ഇതിൽ സൂര്യനാടി ചികിത്സ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്ത് തന്നെയാണ് സ്ഥിരമായിട്ട് ഇതിൻ്റെ മേച്ചൽ. അതെന്താ മണിയേട്ടാ ഈ സൂര്യനാടി ചികിത്സയുടെ? പശു ഭൂമിയിൽ കിടക്കണം, സൂര്യനിൽ നേരിട്ട് കിടക്കണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇത് വെയിലത്തും മഴയത്തും തന്നെ ആയിരിക്കും. അല്ലാതെ മേച്ചൽ എന്നുള്ള സംവിധാനത്തിൽ ഇതില്ല. ഈ കാണുന്ന പുല്ലും നമ്മളവിടെ ജൈവ കൃഷി ചെയ്യുന്ന വൈക്കോലും അല്ലാതെ ഇതിന് വേറെ കൃത്രിമമായ തീറ്റകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് പരിചിതനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മണിയേട്ടനാണ്. മുൻകാലത്ത് നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ തുടക്കത്തിലെ വീഡിയോകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാടൻ പശുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അറിവുകൾ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് വലിയ വിവരങ്ങൾ പകർന്നു തന്ന ഒരാളാണ് മണിയേട്ടൻ. അപ്പോൾ ഇന്ന് നമ്മൾ മണിയേട്ടൻ്റെ കർമ്മഗോശാലയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളിൽ വന്ന സമയത്ത് ഉള്ള പോലെയല്ല ഇപ്പോൾ കർമ്മഗോശാല ഒരുപാട് വളർന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. നമ്മുടെ പശുക്കളൊക്കെ തന്നെ ഇവിടെ ഉമ്പളാഞ്ചേരി പശുക്കളെയാണ് വളർത്തുന്നത്. നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാടിൻ്റെ ചൂടിനെ പ്രതിരോധിച്ചു കൊണ്ട് നിർത്തുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂരുമായി ബന്ധപ്പെട്ടിട്ട് ഉടലെടുത്തിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പോൾ ഉമ്പളാഞ്ചേരി പശുക്കളെ പാലക്കാട് കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ആരോഗ്യപ്രദമായ രീതിയിൽ നാടൻ പശുക്കളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും അതോടൊപ്പം നാടൻ പശുക്കൾ ഈ ലോകത്ത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒരുപാട് കാലമായി ജനങ്ങൾക്ക് ഇടതടവില്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന മണിയേട്ടൻ നമുക്ക് ഇപ്പോഴത്തെ കർമ്മഗോശാലയുടെ ഒരു സ്റ്റേജും കർമ്മഗോശാല ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മളോട് ഇപ്രാവശ്യം സംസാരിക്കുകയാണ്. അപ്പോൾ മണിയേട്ടാ നമസ്കാരം. കുറച്ച് കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു കർമ്മഗോശാലയുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ? നാടൻ പശുവിലൂടെ ഗോ ആധാരിത കൃഷി എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് 11 വർഷം കഴിഞ്ഞു. നമ്മൾ 11 വർഷം കഴിഞ്ഞു അല്ലേ? 11 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പാലക്കാട് ജില്ലയിൽ 55 ഏക്കർ കൃഷി പല രീതിയിൽ, അതായത് തെങ്ങായിട്ടും നെല്ലായിട്ടും. പാലക്കാട് പൊതുവേ നെല്ലാണ് കൂടുതൽ. നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, തെങ്ങിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി ചെയ്യുന്നുണ്ട്. അത് നിരന്തരം മാസമുള്ള ജീവാമൃതം, പഞ്ചഗവ്യം, ഘനജീവാമൃതം അങ്ങനെയുള്ള സിസ്റ്റത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാം കർഷകർ ഈ പറഞ്ഞ 55 ഏക്കറും ഫോളോ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഗ്രാമവികസനം നാടൻ പശുവിലൂടെ എന്നുള്ള ആദർശം അല്ലെങ്കിൽ ആ ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങനെ നാടൻ പശുവിലൂടെ തൊഴിൽ സാധ്യതകൾ നമ്മൾക്ക് ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കാം. മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ ഗ്രാമങ്ങളാണ് ഭാരതത്തിൻ്റെ സമ്പത്ത് എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് ഏതാണ്ട് 8 പേർക്ക് സ്ഥിരമായിട്ട് നമ്മൾ തൊഴിൽ കൊടുക്കാനുള്ളൊരു പദ്ധതിയായിട്ട് നേരത്തെ നമ്മൾ വളപ്രയോഗം എന്നുള്ളത് കൂടാതെ തന്നെ ചാണകത്തിൽ നിന്നും ഭസ്മം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാണകത്തിൽ നിന്ന് അഗ്നിഹോത്ര എന്നുള്ള ശാസ്ത്രവിധി പ്രകാരം കെമിക്കലുകളൊന്നും ചേർത്താതെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടുള്ള ധൂപ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ കൃഷി ആവശ്യത്തിന് പുതിയ രീതിയിലുള്ള ഗ്രോ ബാഗ്, അതായത് ടെറസ് ഫാമിംഗ് എന്നുള്ളൊരു കൃഷി സംവിധാനം വന്നതുകൊണ്ട് എങ്ങനെ ചാണകം നമുക്കതിൽ ഉപയോഗപ്രദമാക്കാം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് പഞ്ചഗവ്യം, ഉറം, ഘനജീവാമൃതം, അതേപോലെ തന്നെ ചാണകവരളി, ഗോമൂത്രം കലർന്ന ചാണകവരളിയും നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 കാര്യങ്ങൾ ഇപ്പം മണിയേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് എടുത്തറിയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഗ്രാമവികസനത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രാമവികസനത്തിൽ നമ്മളിവിടെ ഇപ്പോൾ 8 പേർക്ക് ജോലി സ്ഥിരമായിട്ട് കൊടുക്കുന്നു. നമ്മൾ കർമ്മഗോശാലയിൽ തന്നെയാണ്. നമ്മൾ ഇതേ ഉദ്ദേശം ശരിക്കും മറ്റ് ഗ്രാമങ്ങളിലേക്ക്, അതായത് കർമ്മഗോശാലയുടെ നേതൃത്വത്തിൽ മറ്റ് ഗ്രാമങ്ങളിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിലിപ്പോൾ കണ്ണൂർ ഒരു ഗ്രാമത്തിൽ ഒരു വനിതാ സൊസൈറ്റിയിലേക്കുള്ള അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏതാണ്ട് മാസങ്ങൾക്കകം അവർ തിരിച്ച് ആ ട്രെയിനിങ്ങിന് വന്നാൽ 5 പേര് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇത് പ്രാക്ടിക്കലായിട്ട് ഒരാഴ്ച ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. സ്കൂളിൽ കുട്ടികളിവിടെ ഈ ഗോശാല സന്ദർശനത്തിന് വരുമ്പോൾ അവർക്ക് എങ്ങനെ തൊഴിൽ സാധ്യത, ഒരു നാടൻ പശു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ വരുമാനമുണ്ടാക്കാം, അവരുടെ വിദ്യാഭ്യാസ ചെലവിനുള്ള പൈസ ചെറിയ തോതിലുള്ള മണിക്കൂറുകൾ കൊണ്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ ഭസ്മവും ധൂപും. അത് വീടുകളിൽ തന്നെ. അതിലുപരി ഞാൻ ഈ പഞ്ചായത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്
അംഗവൈകല്യമുള്ള സ്ത്രീകൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ നമ്മളിവിടെ കൊണ്ടുവരും, നമ്മുടെ ചെലവിൽ തന്നെ കൊണ്ടുവന്ന് തിരിച്ച് അവരെ കൊണ്ടുവരാനുള്ള സംവിധാനം ആക്കാൻ ചെയ്ത മണിയേട്ടൻ്റെ പഞ്ചായത്ത് കൊട്ടേക്കാട് മരുത റോഡ് പഞ്ചായത്ത് പാലക്കാടിലെ മരുത റോഡ് പഞ്ചായത്ത്. നമുക്ക് ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് മണിയേട്ടൻ്റെ ഇതിലേക്ക് പോവാം. നമ്മളെ പ്രോഡക്റ്റുകളൊക്കെ കാണാം. മണിയേട്ടൻ ഇപ്പോൾ 8 ആൾക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആവശ്യക്കാരായ, അതായത് വയ്യാത്ത ആളുകൾക്കൊക്കെ നമ്മൾ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും പ്രോഡക്റ്റ് ഉണ്ടാവണം, അല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത്രയും ആളുകൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, നമ്മൾ എന്തോരം പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ശരിക്കും കർമ്മകോശാല ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകൾ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഭസ്മവും ധൂപുമാണ്. അത് ഇപ്പോൾ കടകളിൽ ഏതാണ്ട് പാലക്കാട് തന്നെ ഒരു 10ഓളം കടകളിൽ ധൂപും ഭസ്മവും സാധനങ്ങളും വിൽപ്പന നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഭസ്മവും ധൂപും എല്ലാം കൊറിയറിലാണ് അയച്ചു കൊടുക്കുന്നത്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറമേ ഇപ്പോൾ പശുക്കളുണ്ട്, നെയ്യുണ്ടാവാം, പിന്നെ ഞാൻ അന്ന് വന്നപ്പോൾ ഗോമൂത്ര അറക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിലവിലുണ്ടോ? എല്ലാവർക്കും നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതല്ലേ, എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരു പരിപാടികളും ഗോശാല തുടക്കത്തിൽ ചെയ്ത ഒരു പരിപാടികളും ഇപ്പം ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല അല്ലേ? ഈ ഒരു വർഷത്തെ ഒരു ചെറിയൊരു അപകടത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു വർഷത്തെ റെസ്റ്റ് എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ നിർത്തിയതായിരുന്നു. 2020 മെയ് മാസം 26-ാം തീയതി മുതൽ പഴയ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിച്ചു. രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇതിന്ന് പുറകോട്ടില്ല എന്നുള്ള. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് മുൻപോട്ട് പോലും ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അന്ന് വന്നതിനേക്കാളും ഒരുപാട് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മണിയേട്ടൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കാണാം. അത് മാത്രമല്ല, എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്, കർമ്മകോശാല ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തിൽ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ ഈ വർഷകാലത്ത് നമ്മുടെ ഈ ചാണകം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ കഴിയില്ല. കാരണം വെയിലിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ധൂപ് സ്റ്റിക്കും ഭസ്മവും ചാണകവരളി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വർഷകാലത്ത് ഈ കാണുന്ന സ്ഥലത്ത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചാണകമാണ്. ഇത് 6 മാസം പഴക്കം വന്നിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള സൂക്ഷ്മജീവികൾ, ചാണകത്തിനകത്തുള്ള എല്ലാ വിറ്റാമിൻസും, ഇത് ഗോമൂത്രം കലർന്നതാ, ഗോമൂത്രം കലർന്ന ചാണകപ്പൊടിയാണ്. ഈ ചാണകപ്പൊടി ഇതേ അവസ്ഥയിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ സൂക്ഷ്മജീവിക്ക് മോയ്സ്ചറിൻ്റെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ സമാധിയാവും. ആ സമാധിയാകുന്ന സമയത്ത് ഇതിനകത്ത് മുഴുവൻ സൂക്ഷ്മജീവികളുടെ മുട്ടയാണ്. ആ മുട്ട വിരിയുന്നത് നമ്മൾ അടുത്ത തവണ ഇത് നനയുമ്പോൾ ഈർപ്പം തട്ടി ചൂട് തട്ടുമ്പോഴാണ് ഇതിൻ്റെ വിരിച്ചൽ നടക്കുന്നത്. അങ്ങനെയാണ് ഈ ഘനജീവാമൃതം മണ്ണിലിടുന്ന സമയത്ത് സൂക്ഷ്മജീവികളുടെ പെരുക്കം കൂടുന്നത്. അതുകൊണ്ടാണ് കൃഷി തുടക്കത്തിൽ തന്നെ മണ്ണൊരുക്കത്തിൽ ഘനജീവാമൃതം നിർബന്ധമായിട്ട് നമ്മൾ മണ്ണിലിടുന്നത്. ആ മണ്ണിലിടുന്ന ഘനജീവാമൃതത്തിലെ ബാക്ടീരിയയും ജീവാമൃതത്തിലെ ബാക്ടീരിയയും റീപ്രൊഡക്ഷൻ ചെയ്യും. അങ്ങനെ മണ്ണ് ജൈവിക് മണ്ണാവാനുള്ള ഒരു കാരണം ഈ ഘനജീവാമൃതത്തിന്റെ പവർ അതാണ്. അല്ല, അപ്പോൾ ഇതിപ്പോ നമ്മൾ 6 മാസം ഇട്ടു, ഇതിപ്പോ നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ടില്ല? ഇല്ല, വെയിൽ കൊള്ളില്ല. ഷെയ്ഡിൽ മാത്രം. ഇതേ രീതി കാണുന്ന എല്ലാം അതേ അവസ്ഥയിലുള്ളതാ. അതല്ലേ? ഇനി ഇതിന്റെ അടുത്ത പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് ഇതിനെ വെട്ടിയെടുത്തിട്ട് വീണ്ടും 15 ദിവസം ഇതേപോലെ നിഴലത്തിടും. ഇങ്ങനെ? അതെ, കുറച്ചുകൂടി പൊടിയായിട്ട്. ഓക്കെ, ഇങ്ങനെ ഇടും അല്ലേ? ഈ പൊടിനെയാണ് വീണ്ടും നമ്മൾ ഇതിലെ മോയ്സ്ചർ കളയാൻ. അത് കാരണം മോയ്സ്ചറോടുകൂടി ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫംഗസ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ആണല്ലേ? അതിന് വേണ്ടിയിട്ടാണ് അവിടെ കാറ്റത്ത് ഉണക്കുന്നത്. ഘനജീവാമൃതത്തിൻ്റെ 3ാമത്തെ അവസ്ഥയാണ് ഇത്. നമ്മൾ 2 കണ്ടു. ഇത് 3ാമത്തെ അവസ്ഥയാണ്. ഇതിനകത്ത് വെയിലിൻ്റെ ചെറിയ സഹായവും കാറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇതിനെ ഉണക്കുക. ഇത് നല്ല വെയിലത്തിടുവോ? എങ്ങനെ? ഇല്ല, വെയിലത്തിടില്ല. ഇല്ലല്ലേ? ഓക്കെ. ഇതല്ലേ നമ്മൾ ഷെയ്ഡിൽ തന്നെയാണ് ഉണക്കുന്നത്? അതെ. ഷെയ്ഡിൽ ഉണക്കിയതിന് ശേഷം അടുത്ത സ്റ്റേജ് ഇതാണോ? അതെ, അടുത്ത സ്റ്റേജ് ഇതാണ്. അപ്പോൾ കർമ്മകോശാല ഇങ്ങനെ ഘനജീവാമൃതം പാക്കാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, പക്ക കറക്റ്റ് ആക്കി ഷെയ്ഡിൽ ഉണക്കി അല്ലേ? എല്ലാ ഗുണങ്ങളോടും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ എത്ര കിലോന്റെ ആണ്? 1 കിലോ അല്ലേ? ഇത് ആർക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കും. ഇന്ത്യ ഒട്ടാകെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഘനജീവാമൃതം കൂടാതെ വരുന്ന
മണ്ണൊരുക്കം എന്നുള്ള സംവിധാനത്തിൽ ടെറസ് ഫാമിംഗ് കൃഷി ചെയ്യുന്ന ഇതിലേക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അതെ ടെറസ് ഫാമിങ്ങിൽ ഗ്രോ ബാഗിനകത്ത് സംസ്കരിക്കേണ്ട ഗോമൂത്രം കലർന്നിട്ടുള്ള ചാണകവരളിയാണ് ഇത്. ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത ഒരു തുളയിട്ടിരിക്കുന്ന അവനെന്താ ചെയ്യുന്നത്? ഈ തുളേൻ്റെ മുകളിലാണ് നമ്മൾ നടുന്ന ചെടീനെ വളർത്തുക. ഇതിലൂടെയാണ് വെക്കുന്നത്. അതെ അല്ലേ? ശരി. അപ്പോൾ മണ്ണിൻ്റെ താഴെ ചെടി വെക്കുന്നതിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് ഈ ഹോളിൽ കൂടെ ഇതിൻ്റെ വേര് പാച്ചൽ വരും. ഈ വേര് പായുന്ന സമയത്ത് വീണ്ടും ഇതിൻ്റെ മുകളിലുള്ള മണ്ണിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ചാണകം ഈർപ്പം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗിൽ എല്ലാ സമയത്തും തണവുണ്ടാവും. മാത്രമല്ല ആ തണുവിനകത്ത് ഗോമൂത്രം ഈ വിരളിയിൽ കലർത്തുന്നത് കൊണ്ട് ഗോമൂത്രത്തിനകത്തുള്ള കണ്ടൻസ് ആയിട്ടുള്ള കോപ്പർ, മെഗ്നീഷ്യം, ലെഡ്, സിൽക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, കാൽസ്യം എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു ചെടിക്ക് സത്യം പറഞ്ഞാൽ അതിനുള്ളത് എല്ലാം ഇതിലായി. അതെ അതെ. മാത്രമല്ല ഇത് രണ്ടാമത്തത് മണ്ണായി മാറാൻ 6 മാസം കാലാവധി എടുക്കും. അത്രയും സമയമുണ്ട്. വീണ്ടും അതേ മണ്ണിൽ തന്നെ ചെടികൾ വെക്കുന്ന സമയത്ത് വീണ്ടും ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വരളി കൊണ്ട് ഒരു വെണ്ട കൃഷി അല്ലെങ്കിൽ ഒരു പച്ചമുളക് കൃഷി അതെല്ലാം ഒരു വർഷത്തെ ഈൽഡാണ് പച്ചമുളക്. ആ ഒരു വർഷത്തിന് നനവിൻ്റെ മാത്രമേ ആവശ്യം വരുള്ളൂ. ഈ ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. വർഷം വരെ നമുക്ക് ഇതിനകത്തുണ്ട്, സുലഭമായിട്ട് ചെയ്യാം. അതെ. അപ്പോൾ ഇത് വളരെ ചെലവ് കുറഞ്ഞ കൃഷിയാണ് അല്ലേ? കൂടിയാണ് അല്ലേ? അതെ അതെ അതെ. ആരോഗ്യപ്രദമാണ്, അത് മാത്രമല്ല ചെലവ് കുറവാണ്. അതെ. അതായത് ചാണകം പുളിക്കാതെ, ചാണകത്തിനകത്ത് നിലത്ത് വീഴാതെ കളക്ട് ചെയ്യുന്ന ചാണകം, ഗോമൂത്രം ഇല്ലാത്ത ചാണകത്തിലാണ് നമ്മൾ ചാണക വരളി ഭസ്മത്തിന് എടുക്കുന്നത്. ഭസ്മത്തിന് അടുത്ത ഭസ്മാണ്. അതെ അതെ അതെ. ഓ ശരി. ആ ഭസ്മത്തിന് എടുക്കുന്നതിൻ്റെ സിസ്റ്റം എന്താ വെച്ചാൽ വളരെ ലൈറ്റായിട്ടുള്ള വെള്ളം മാത്രമേ അതിനകത്ത് ചേർത്തുള്ളൂ, കുഴയ്ക്കാൻ പരുവത്തിനുള്ളത്. കാരണം നാടൻ പശുവിൻ്റെ ചാണകം കട്ടിയായതുകൊണ്ട് അതിനകത്ത് വളരെ നേരിയ തോതിലുള്ള വെള്ളത്തിൻ്റെ അംശം ചേർത്ത് നല്ല കുഴച്ച് നല്ല പരുവായതിനു ശേഷം അച്ചിലിട്ടിട്ടാണ് ഇത് വാർക്കുന്നത്. തട്ടിൽ വെച്ചിട്ടാണ് അത് ഉണക്കാൻ ഉപയോഗിക്കുന്നത്. മരത്തിൻ്റെ തട്ടാണ്. മരത്തിൻ്റെ തട്ടിനകത്ത് വെച്ച് ഇതേ ആകൃതിയിൽ തന്നെ ഇത്ര 6-7 പേർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തൊഴിൽ കൊടുക്കണം. ഇവർക്ക് ഇതുള്ള രാവിലെയുള്ള വർക്ക് ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണക്കുമ്പോഴേ ഇത് എത്ര ദിവസം ഉണക്കണം? നമ്മൾ കഴിഞ്ഞ നമ്മൾ അത് കാണിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ വരളികൾ എത്ര ദിവസമാണ് ഉണക്കുക? 7 മുതൽ 9 ദിവസം വരെ പൂർണ്ണമായിട്ടുള്ള വെയിലുണ്ടെങ്കിൽ ഉണക്കം വേണ്ടിവരും. ഉണക്കം വരാം. അത്രയും ദിവസം നമ്മൾ ഉണക്കിയാൽ തന്നെയാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ. അതെ അതെ. ഇതിനകത്ത് അട്ടി അടുക്കായിട്ട് വെച്ച് വെക്കും. ഇത് ഇന്നലെ വൈകുന്നേരത്ത് പ്രോസസ്സിങ് ചെയ്താണ്. ഇത് 7ാമത്തെ ദിവസം എടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ അടുക്കി വെക്കും ഇതിനകത്ത്. ഇതിലിങ്ങനെ അടുക്കി വെക്കും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അടുക്കി വെക്കും അല്ലേ? അല്ല മണിയേട്ടാ, ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ 7ാമത്തെ ദിവസം ഇതിങ്ങനെ നീറി എരിഞ്ഞ് ഭസ്മമാവുക എന്നുള്ളതാണ് ഭസ്മത്തിന്റെ മറ്റൊരു കൺസെപ്റ്റ്. അതെ അല്ലേ? ഇതിങ്ങനെ 7 ദിവസം ഇങ്ങനെ ആവും. അതെ, വെക്കും. 7 ദിവസം വെക്കും. 7ാമത്തെ ദിവസം ഭസ്മമായിട്ട് ഇതാണ് 7 ദിവസം കഴിഞ്ഞതാണ് ഇത്. അതല്ലേ? അതെ. അല്ല, ആ 7 ദിവസം നമുക്ക് ഇതിന്റെ അടിയിലല്ലേ തീയിട്ട്? മുകളിലകത്ത് തീയിടുക, ഏറ്റവും മുകളിലാണ് തീയിടുക. അതെ, ഏറ്റവും മുകളിൽ തീയിടും. ഏറ്റവും മുകളിൽ തീയിട്ട് കഴിഞ്ഞാൽ തീയിടുക എന്ന് പറഞ്ഞാലേ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കില്ല. ഇത് വരളിൽ ഒരു കർപ്പൂരത്തിന്റെ സഹായത്തോടു കൂടി ഒരു കർപ്പൂരം ഈ ഭാഗത്ത് വെച്ച് കഴിയും, ഒരു വരൽ ഒന്ന് അവിടെയും വെക്കും. പിന്നീട് ആ തീ മാത്രമേ പാസേജ് ഉണ്ടാവുള്ളൂ. ഇത്രയും ഈ നീളത്തിൽ ഇതാണ് അടുക്ക്. ഇതിൽ ഇത്രയും അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ലെയറേ പിടിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഏതാണ്ട് ഒരു നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഏറ്റവും താഴെ എത്തും. ഇതിങ്ങനെ തന്നെ എരിഞ്ഞ് ഭസ്മാവും അല്ലേ? അങ്ങനെ ഇരുന്ന് ഭസ്മാവും. അപ്പം ഇതെല്ലാം ഇതുപോലെ വരളി ഇതായതല്ലേ? അല്ല, വരളിൻ്റെ മുകളിൽ ഈ പൊടി കൊട്ടുകയാണ്. ഈ പൊടി കൊട്ടു. അതായത് കൂടുതൽ ഓക്സിജൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അഗ്നി എരിയാൻ തുടങ്ങും. ഓക്സിജൻ അതിലേക്ക് പാസേജ് ചെയ്യാതിരിക്കാനാണ് ഇതിനകത്ത് ഈ പൊടിയിട്ട് വയ്ക്കുന്നത്. അതെ. 7ാമത്തെ ദിവസം പൂർണ്ണമായിട്ടും ഇതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് കമ്മി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ചല്ലടയിലിട്ടിട്ട് ഇത് ചലിച്ചെടുക്കും. ഇതിലല്ലേ? ഓക്കെ, ഇത് അത്രയും ചെറിയ വണ്ടിയാണ് അല്ലേ? അതെ. ആ ചലിച്ച വരുന്ന ഭസ്മം ഇതാണ് അവസ്ഥ. ഫൈനൽ ഭസ്മം. ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ?
നമ്മൾ ആ ഫൈനായിട്ട് പൊടിച്ചിരിക്കുന്ന ഭസ്മം വീണ്ടും തൂക്കിയിട്ട് 100 ഗ്രാം 1/4 കിലോ 1/2 കിലോ എന്നുള്ള പാക്കിൽ ഈ മോഡലിൽ പാക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്. 100 ഗ്രാം ആയിട്ട് അല്ലേ? 100, 1/2 കിലോ ആവശ്യക്കാരനനുസരിച്ചിട്ട് 1 കിലോ വരെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇതില് ശരിക്കും മണിയേട്ട ഇതും നമുക്ക് ആവശ്യക്കാർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണ്ടല്ലോ അല്ലേ? ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഇത് കൊറിയർ കൊടുക്കുന്നുണ്ട്. കർമ്മഗോശാലയുടെ എംബ്ലം അല്ലേ? ഇതാ, ഓക്കെ. ആ എംബ്ലം എടുത്തോളൂ. അതിൽ നമ്മുടെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മൾ ഈ വിൽപ്പന നടത്തുന്ന ഭസ്മത്തിൽ പറയുന്നത്, അവർ നമുക്ക് ലക്ഷ്മി തരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഭസ്മമാണ്. ആ പൈസ പശുക്കളുടെ ഇവിടുത്തെ സാലറിക്കും മറ്റാവശ്യത്തിനാണ് പോണത്. ഇതിന്റെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഭസ്മം ആവശ്യക്കാർ ഓരോ ആളുകളും നമ്മളിൽ നിന്ന് ഭസ്മം വാങ്ങിക്കുമ്പോൾ ആ ഭസ്മം ഇവിടുത്തെ പശുവിൻ്റെ ചെലവിനുള്ളതാണ്. മൂന്നാമത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് കർമ്മഗോശാലയിലെ കർമ്മ ധൂപാണ്. അതായത് ധൂപിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർത്തുന്നില്ല. അതിനകത്ത് പുകയാന ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുന്തിരിക്കം, കുങ്കില്യം, രാമച്ചം, കച്ചോലം, അയമോദകം, ജഡാമഞ്ചി, ഇത്രയും സാധനങ്ങളിലും പ്ലാവിൻ്റെ വിറകിൻ്റെ പൊടി, ചിരട്ടപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ധൂപ് ഉണ്ടാക്കുന്നത്. ചാണകത്തിൽ, പച്ച ചാണകത്തിൽ, ഈ കാണുന്ന പച്ച ചാണകത്തിനകത്ത് ഈ വക സാധനങ്ങളെല്ലാം ഉണക്കി പൊടിച്ചതുണ്ട്. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മണേട്ടാ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലോ ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നതല്ലേ? വേറൊരു പ്രോഡക്റ്റിന്റെ ഇല്ല, ഇതെല്ലാം നേച്ചുറൽ. അതായത് പച്ചമരുന്ന് വിപണനം നടത്തുന്ന കച്ചവടക്കാരിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഇത് മുഴുവൻ. രാമച്ചമായിട്ട് തന്നെ വാങ്ങിക്കും, കച്ചോളമായിട്ട് തന്നെ വാങ്ങിക്കും, കുന്തിരിക്കം അങ്ങനെ വാങ്ങിക്കും. ഇതെല്ലാം പിന്നെ മണിയേട്ടന്റെ പ്രിപ്പറേഷൻ ആണ്. അതെ 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 അതെ. അതിന്റെ എത്രത്തോളം ചേർക്കണം, അതിന്റെ റേഷ്യോ, അതൊക്കെ ഒരു റേഷ്യോ വെച്ചിട്ട് അതിനകത്ത് ഡിസ്റ്റിൽ ചെയ്ത ഗോമൂത്രവും കർപ്പൂരവുമാണ് അതിന്റെ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തുന്നത്. അപ്പോൾ നമ്മൾ ഗോമൂത്രം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, എങ്ങനെ ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കും. ഇതെല്ലാം ചേർത്തിട്ടുള്ള ചാണകമാണ്. ഇതിനകത്ത് പൊടികളെല്ലാം ഉണ്ട്, എല്ലാം ചേർത്തിട്ടുള്ള. അതെ. ഇതെന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന രാമച്ചം, എല്ലാത്തിൻ്റെയും കൂടി ഉള്ള പൊടിയാണിത്. ഇത് നമ്മൾ നേരെ ചാണകത്തിലേക്ക് ചേർക്കുന്നു. അതെ. ഇത് ഈ അച്ചിലിട്ടിട്ട്. അതെ. ഇതൊക്കെ മണിയേട്ടന്റെ നിർമ്മിതിയാണോ ഈ സാധനങ്ങളൊക്കെ? ഈ കാണുന്നതെല്ലാം മണിയേട്ടന്റെ നിർമ്മിതി തന്നെയാണ്. അതെ. ആ ട്രെയിൽ കാണുന്ന ധൂപം അരമണിക്കൂർ നിഴലത്ത് വെക്കാം. വെച്ചതിന് ശേഷം വെയിലത്ത് ആ ട്രെയിൽ തന്നെ വെക്കും. ഒരു ദിവസം കഴിഞ്ഞാൽ ട്രെയിന്ന് നമുക്ക് വീണ്ടും അടുത്ത തട്ടിലേക്ക് മാറ്റാൻ പറ്റും. അതും ഇതേപോലെ തന്നെയാണ്. 7 ദിവസം 8 ദിവസം വരും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉണക്കം വരുമ്പോൾ. ഈ ഇട്ടതൊക്കെ ഇപ്പൊ നമുക്ക് 8 ദിവസം ആയതാണ്. അതെ. ഓ ശരി. ഇത്രയും സാധനങ്ങൾ അല്ലേ? 9ാമത്തെ ദിവസം ഇത് ഈ മോഡലിൽ ബോക്സിലാക്കിയിട്ടാണ് മാർക്കറ്റിൽ പാക്കാക്കിയതല്ലേ? അതെ അതെ. കർമ്മഗോശാലയുടെ പേരും ഇതൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് മണിയേട്ടനെ വിളിക്കാം. നമ്മൾ ഇവിടെ ചെയ്യുന്ന കൃഷിയിൽ നെല്ലായി മാർക്കറ്റിംഗ് ചെയ്യാതെ അരിയാക്കിയിട്ട് 100% തവിടുള്ള അരിയാക്കിയിട്ടാണ് മാർക്കറ്റിൽ വിപണനം നടത്തുന്നത്. നമ്മൾ 100% തവിടോട് കൂടിയിട്ട് എടുക്കും. അതെ അല്ലേ? അപ്പോൾ അരി നമ്മളെങ്ങനെയാണ്, ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് അതിലുണ്ടാക്കുന്നത്? അരിയിലുണ്ടാക്കുന്നത് അരിപ്പൊടി, അവില്, ഇഡ്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് പൊടികളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് എങ്ങനെ അതിൻ്റെ എന്താണ്? അരി വൃത്തിയായി കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി അതിന് ശേഷം മില്ലിലിട്ട് ഇത് വറുത്ത്. അതെ, നമ്മൾ ഉണക്കി. അതെ. ഇതിന് വൈകുന്നേരത്താണ് പൊടിക്കുക. ഇത് ഒറ്റ ദിവസം ഉണക്കിയാൽ മതിയല്ലോ അല്ലേ? 3 മണിക്കൂർ. 3 മണിക്കൂർ മതി അല്ലേ? ആ അരിയായി കൊടുക്കും. അരിയായി കൊടുക്കുന്നതിന് പുറമെയാണ് അരിപ്പൊടിയും അവിലും ഉണ്ടാക്കുന്നത്. അരിപ്പൊടി ഈ അവസ്ഥ കർമ്മഗോശാലയുടെ ഇതാണത്. എല്ലാവർക്കും കാണാൻ ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് വറുത്ത് ഇടിയപ്പൊടിയും പുട്ടുപൊടിയുമാണ് അല്ലേ? അതെ. ഇങ്ങനെ 2 പൊടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നാടൻ പശുവിന് വളരെ പാലിൻ്റെ അളവ് വളരെ കുറവാണ്. 1 ലിറ്റർ 1.5 ലിറ്റർ പാലൊക്കെയാണ് കിട്ടുക. പാലിവിടെ മാർക്കറ്റിൽ സെയിലിംഗ് എന്നുള്ള രീതിയിലൊന്നുമില്ല. ആവശ്യക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകും. ആവശ്യക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോവാതെ വരുന്ന പാല് നമ്മൾ തൈരാക്കി നെയ്യാക്കിയിട്ട്
നെയ്യ് മാർക്കറ്റിൽ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട് അല്ലേ? നാടൻ പശുവിൻ്റെ പക്ക ഉമ്പളാഞ്ചേരി പശുവിൻ്റെ നെയ്യാണിത്. ഇത് യാതൊരു എന്താണ് കൃത്രിമത്വം ഇല്ലാതെ അല്ലേ? ഇതിപ്പോൾ എത്രയുടെയാണ് മണിയേട്ടാ? ഇത് 1/4 കിലോ. ഇങ്ങനെ 1/4 കിലോ മുതലുള്ള കുപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ? പിന്നെ ഇവിടെ സോപ്പുണ്ട്, കർമ്മഗോശാലയുടെ സോപ്പുണ്ട് അല്ലേ? മണിയേട്ടാ, ഇത് നമ്മളെ പൽപ്പൊടിക്കുള്ള, അതെ, പൽപ്പൊടിക്കുള്ള പ്ലാവിൻ്റെ മാവ്, കറിവേപ്പില, മറ്റേ പേരയില, തുളസി. മണിയുടെ എത്ര ദിവസം ഉണക്കണം? ഇത് 10 ദിവസം. 10 ദിവസം ഉണക്കണം അല്ലേ? ഉണക്കിയിട്ട് ഇത്രയും ഇലകൾ ചേർത്തിട്ടാണ് മണിയേട്ടൻ്റെ പൽപ്പൊടി. അതെ അതെ. ഇതിനകത്തിന് യൂക്കാലിപ്റ്റസ് വരാനുണ്ട്, വേപ്പ് വരാനുണ്ട്. ഇതിൽ വേപ്പുണ്ട്, അരിവേപ്പ് ഇതിനകത്തുണ്ട്, അടിയിലുണ്ടോ? ഓക്കെ, ഇതിൻ്റെ അടിയിലുണ്ട് അല്ലേ? നമ്മളിവിടെ ചെയ്യുന്ന ജൈവ കൃഷി ചെയ്യുന്ന 100% തവിടുള്ള അരി എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊണ്ട്, അതായത് ഉമി പറയും ഇവിടെ, ഉമി കരിച്ചിട്ട് നമ്മൾ ട്രഡീഷണൽ പണ്ട് കാലത്ത് നമ്മൾ ഉമിക്കരി ഉപയോഗിച്ച ആ ഉമിക്കരിയാണ് ഒരു കണ്ടൻറ്റ്. രണ്ടാമത്തെ ഒരു കണ്ടൻറ്റ് നമ്മളിവിടെ ഭസ്മം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ഭസ്മവും പൂർണ്ണമായിട്ടും വെളുത്ത് കിട്ടണമെന്നില്ല. അതിന് കറുത്ത ഭസ്മത്തിന് പൽപ്പൊടിയിൽ ഉപയോഗിക്കും. ബാക്കി ഈ ഇലകൾ മുഴുവൻ വെയിലത്തിട്ട് ഉണക്കിയ ഇലകളും, പിന്നെ ഇതിനകത്ത് കുരുമുളകുണ്ട്, ഇന്ദുപ്പുണ്ട്, ഗ്രാമ്പുണ്ട്. അതല്ലേ? മണിയേട്ടാ, ഇത് 2 കുപ്പിയിൽ കാണുന്നു, എന്താ 2 വെയിറ്റിൽ വ്യത്യാസമാണോ അതോ? അല്ല, ഇത് ക്വാളിറ്റിയിൽ വ്യത്യാസമാണ്. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധാ പൽപ്പൊടി ഓർഡിനറി. ഇത് വന്നിട്ട് നമ്മൾ കർമ്മ സ്പെഷ്യൽ ടൂത്ത് പൗഡറാണ്. ശരി. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ജാതിക്ക, നെല്ലിക്ക, വയമ്പ്, ഇരട്ടി മധുരം, അങ്ങനെ മരുന്നുകൾ ചേർത്തിട്ടില്ല. ഇത് സലൈവ ഗ്രന്ഥികളിനെ ശുദ്ധം ചെയ്യാൻ സഹായിക്കും. അതെ. അടുത്ത ഉൽപ്പന്നം നമ്മുടെ കർമ്മ ഫേസ് ഫ്രഷ്നർ പറയുന്ന സാധനമാണ്. ഓക്കെ, കൊള്ളാലോ. ഇതിൻ്റെ കണ്ടന്റ് എന്താണ് ചേട്ടാ? ഇതിനകത്തുള്ള കണ്ടന്റ് ഒന്ന്, മുൾത്താനി മിട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത് ഡിസ്റ്റിൽ ചെയ്ത ഗോമൂത്രത്തിനകത്ത് കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, രാമച്ചം, അയമോദകം, ഈ വക സാധനങ്ങൾ മുഴുവൻ 3 ദിവസം അർക്കിനകത്തിട്ട് വയ്ക്കും. എന്നിട്ട് ഓരോ ദിവസം 3 തവണ അതിനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവൻ അർക്കിലേക്ക് കലർത്തി വിടും. ആ കലർത്തി വിട്ടതിനകത്ത് മുൾത്താനി മിട്ടിയിൽ വെറും ഗോമൂത്രം മാത്രം ചേർത്തിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമേ ഇല്ല. വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണിത്. അതെല്ലേ? ഇത് ചാണകത്തൈലം. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ശരീരം വളരെ സ്മൂത്താവാൻ സഹായിക്കുന്നുണ്ട്. സോറിയാസിസ് പോലുള്ള അസുഖം ആളുകൾ ഇവിടെ വന്നിട്ട് ഈ തൈലം വാങ്ങിച്ചിട്ട് പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് സോറിയാസിസിനൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇതിൽ ഇതേ തൈലത്തിൽ തന്നെ ദന്തപാല ഇട്ടിട്ട് നമ്മൾ ദന്തപാല തൈലം പട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലേ? ഇത് ശരിക്കും ചാണകത്തിൽ നിന്ന് തന്നെ? അതെ, ചാണകത്തിൻ്റെ തൈലം എടുത്ത് അതിന് വെളിച്ചെണ്ണയിലേക്ക് മാറ്റി ഒഴിച്ച് ഇതിനകത്ത് ഗോമൂത്രം ഒഴിച്ച് കാച്ചി കുറുക്കി എടുക്കുന്നതാണ്. അതല്ലേ? നമ്മൾ മാർക്കറ്റിൽ തൈര് വിപണനം നടത്തും. തൈര് വിറ്റുപോകാതെയോ അങ്ങനെ വല്ലതും വരുന്ന സമയത്ത് ആ തൈരിൽ ചെയ്യുന്ന മുളകിൻ്റെ കൊണ്ടാട്ടമാണിത്. ജൈവ കർഷകർ കൃഷി ചെയ്യാൻ നമ്മുടെ അടുത്ത് മാനുവറുകൾ എടുക്കുന്നുണ്ട്. ആ മാനുവർ എടുക്കുന്ന കർഷകർക്ക് സപ്പോർട്ടിങ് ആയിട്ട് അവർക്ക് മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും, നിങ്ങൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും, ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യണവൻ നെല്ല് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ അവർക്ക് വിൽക്കാനുള്ള സഹായം ഉണ്ടാക്കി കൊടുക്കും. നെല്ലായി വിലയ്ക്ക് തന്നെ നമ്മളെടുക്കും. ഇപ്പം 35 എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ നിന്ന് ജൈവ കൃഷി ചെയ്യുന്ന, ഇവിടെ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ജാതിക്ക ജൈവ കൃഷി ചെയ്യുന്നവരുടെ ജാതിക്ക എടുത്തിട്ടാണ് ജാതിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്. അല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടുന്ന് മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, നാടൻ പശുക്കൾ നമ്മളുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നാടൻ പശുവിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരാൾ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിലൊരു കമൻ്റ് ഉണ്ടായിരിക്കും, നമുക്ക് നാടൻ പശുക്കളുടെ ഒരു വീഡിയോ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നാടൻ പശുക്കൾക്ക് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കർമ്മഗോശാലയിൽ ഇത്രയും എന്താ പറയുക, യാതൊരു കലർപ്പുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടെ ഉണ്ടാവുക. മണിയേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എങ്കിലും മണിയേട്ടനെ പോലെയുള്ള ആളുകൾ
നമ്മളുടെ ലോകത്തൊട്ടാകെ നിറഞ്ഞു നിൽക്കണം. ഇതുപോലുള്ള കർഷകരും പശുക്കളെ സ്നേഹിക്കുന്നവരും തന്നെയാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. തീർച്ചയായിട്ടും നമുക്ക് മണിയേട്ടനെ പോലുള്ളവരെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യണം. ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഇതുപോലുള്ള കർഷകർ ഒരു നല്ല നിലയിലേക്ക് എത്തട്ടെ. ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.